ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഞങ്ങൾ തിരുവല്ല വരെ വന്നേക്കുവാണ് കേട്ടോ. അപ്പം ഞാനും ചേട്ടനും അനിയനും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ റിച്ചൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കിഡ് ഷോപ്പിൽ വന്നതാണ്. നമ്മുടെ കല്യാൺ സിൽക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ കട വരുന്നത്. ഇതിൻ്റെ പേര് ലിറ്റിൽ പ്ലാനറ്റ് എന്നാണ് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കിഡ്സിന് പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ടോയ്സ്, പാമ്പേഴ്സ്, പിന്നെ ബേബീസിന് പറ്റിയ ക്രീംസ്, പിന്നെ ജീപ്പ്, കാറ്, സ്കൂട്ടർ, സ്റ്റഡി ടേബിള്, തൊട്ടിൽ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും, കിഡ്സിന് പറ്റിയ എല്ലാ ഐറ്റംസും ഈ കടയിലുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കിഡ്സിൻ്റെ ഡ്രസ് കളക്ഷനും ഉണ്ട് കേട്ടോ. അപ്പം ഈ കട വരുന്നത് നമ്മുടെ കല്യാൺ സിൽക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. ലിറ്റിൽ പ്ലാനറ്റ് എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ തിരുവല്ലയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഡ്സിന് പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. കിഡ്സിന് പറ്റിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഞാനിതുവരെ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രുദ്രൂട്ടന് ഒരു ജീപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ 3 വയസ്സ് മുതൽ പറയുന്നൊരു കാര്യമാണ്, അവനൊരു ജീപ്പ് വേണം എന്നുള്ളത്. അവന് ജീപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് അവനൊരു 3 വയസ്സായപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്നോലെ മാവേലിക്ക് ഒരു കടയിൽ കൊണ്ടുപോയായിരുന്നേ. അപ്പോൾ അവിടെ ആണെങ്കിൽ കടയുടെ ഫ്രണ്ടിലൊരു ജീപ്പ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അവനെ അതിലൊക്കെ ഇരുത്തുകയൊക്കെ ചെയ്തു. അപ്പം അന്ന് തൊട്ട് പുള്ളിക്കാരൻ ഞങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, അവനൊരു ജീപ്പ് മേടിച്ച് തരാമോ, അതേപോലത്തെ ഒരു ജീപ്പ് മേടിച്ച് തരാമോ എന്ന്. അപ്പം അന്ന് നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് അന്നൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അവൻ 6 വയസ്സായി. 10-ാം തീയതി ആയിരുന്നു കേട്ടോ അവൻ്റെ ബർത്ത്ഡേ. അപ്പം ഈ പ്രാവശ്യം അവൻ ആഗ്രഹിച്ചതുപോലെ അവനൊരു ജീപ്പ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ജീപ്പ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ റിച്ചൂട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അവിടെ ആണെങ്കിൽ ഒരു ബോളയിൽ ഇവൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ചേട്ടനാണെങ്കിൽ അവൻ ആ ഒരു ബോളൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ഞാനും ചേട്ടനും ബുള്ളറ്റേലായിരുന്നു കേട്ടോ പോയത്. പിന്നെ അനിയനും ഫ്രണ്ടും കൂടെ നമ്മുടെ എയ്സയിലായിരുന്നു കേട്ടോ വന്നത്. നമ്മുടെ എയ്സിലാണ് ജീപ്പ് കൊണ്ടുവന്നത്. രുദ്രൂട്ടൻ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ജീപ്പ് മേടിക്കാനാണ് പോയതെന്നൊന്നും. അപ്പോൾ അവനെ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ജീപ്പ് കൊണ്ടുപോയത്. പക്ഷെ അവനാണെങ്കിൽ കണ്ടുപിടിച്ചു കേട്ടോ. അവനാണെങ്കിൽ ഞങ്ങളുടെ അവിടെ റോഡിൽ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ജീപ്പ് കൊണ്ടുവന്നപ്പോഴും ഞങ്ങൾ ഷീറ്റൊക്കെ ഇട്ട് മൂടിയാണ് കൊണ്ടുവന്നത്. പക്ഷെ എന്നാലും അവൻ അത് കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ അവൻ്റെ ഈ ബർത്ത്ഡേക്ക് അവൻ ആഗ്രഹിച്ചതുപോലെ അവനൊരു ജീപ്പ് മേടിച്ച് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ അവനും നമ്മുടെ ദേവൂട്ടിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർക്കത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ അതേന്ന് ഇപ്പോൾ 2 പേരും ഇറങ്ങത്തില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബായ്.